ശ്രീനിതയ്ക്കൊപ്പം ദിവ്യ എസ് അയ്യർ കൂടി ചേരുന്നുണ്ട്. പാൽക്കുളങ്ങരയിലെ വീട്ടിലാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യർ ഉള്ളത്. ശ്രീനിത അവിടെ നിന്നാണ് തത്സമയം ചേരുന്നത്. ശ്രീനിത, പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ ഉള്ളത് പാൽക്കുളങ്ങരയിലാണ്. ഇവിടെയും ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തയ്യാറെടുക്കുകയാണ് എല്ലാവരും. ഇനി കുറച്ച് മിനിറ്റുകൾ കൂടിയുള്ളൂ ഈ അടുപ്പുകുഴിയിലേക്ക് അഗ്നി പകരാനായി. ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ദിവ്യ എസ് അയ്യറാണ്. ഹായ് മാം, നമസ്കാരം. ആദ്യം തന്നെ പൊങ്കാല ആശംസകൾ. താങ്ക് യു. ഒരുപാട് വർഷമായല്ലേ പൊങ്കാല ഇടുന്നത്? വല്ല കണക്കുണ്ടോ എത്ര വർഷമായെന്നൊക്കെ? എത്ര വർഷമാണെന്ന് ഓർമ്മയില്ല. കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ കുടുംബത്തിലൊരു പൊങ്കാല എന്നുള്ളൊരു കണക്കിലാണ് സാധാരണ ഇടാറ്. അപ്പോൾ കൊച്ചുനാൾ മുതലേ അമ്മ ഇട്ട് കാണാറുണ്ട്. ആദ്യം വേറെ പല സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്റ്റാച്യൂലായിരുന്നു താമസം. അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ ആയിരുന്നു ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അഗ്രഹാരങ്ങളിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അവിടെ ഇട്ടിട്ടുള്ള ഓർമ്മയുണ്ട്. പിന്നെ പാൽക്കുളങ്ങര വന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ഇങ്ങോട്ട് തന്നെ പൊങ്കാലയൊക്കെ വ്യാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള ഒട്ടുമിക്ക ഇടങ്ങളിലും പൊങ്കാല അടുപ്പുകളിൽ വെക്കുകയും എല്ലാ സ്ഥലങ്ങളിലും ശരിക്കും ഭക്തിയുടെയും അമ്പലത്തിൻ്റെയും ഒരു ഐശ്വര്യം പകർന്നു തരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തിടാൻ പറ്റുക എന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒത്തിരി വർഷമാകുമ്പോഴേ നമുക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവല്ലോ. കുറേ വർഷങ്ങൾ പല മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പൊങ്കാലയും പണ്ടത്തെ പൊങ്കാലയും തമ്മിൽ എന്താണ് ഒരു വലിയ വ്യത്യാസം തോന്നുന്നത്? എന്താണ്? തീർച്ചയായിട്ടും എൻ്റെ ബാഹുല്യം തന്നെയാണ് ഏറ്റവും വലിയൊരു വ്യത്യാസവും അതിൻ്റെ വളർച്ചയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് നമുക്ക് ഒരുവിധം കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ഉത്സവമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം അത് അനന്തമായ ഒരു ഉത്സവമായിട്ട് യഥാർത്ഥത്തിൽ മാറുകയാണ്. അതുപോലെ തന്നെ 10 ദിവസത്തെ ഉത്സവം എന്നുള്ളത് ഇപ്പോൾ ശരിക്കും 10 ദിവസവും ഉത്സവ പ്രതീതിയാണ് തിരുവനന്തപുരത്തുള്ളത്. മറ്റേത് നമുക്ക് പൊങ്കാല ദിവസം ആണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇപ്പോൾ പക്ഷേ നമ്മൾ കണ്ടാൽ ഇതിപ്പോൾ 9ാമത്തെ ദിവസമാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പക്ഷേ ഈ 10 ദിവസങ്ങളും ഒരു ഉത്സവ പ്രതീതി ഒരു നാട് മൊത്തം ഉണ്ടാവുക, ഒരു പ്രദേശം മൊത്തമല്ല ഒരു നാട് മൊത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടും അതുപോലെ തന്നെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ അധികം ഇപ്പോൾ വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സവിശേഷത. അപ്പോൾ എല്ലാ തലങ്ങളിലും സമഗ്രമായ രീതിയിലുള്ള ഒരു സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഇപ്പോൾ ഭക്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്കൊരു സാമൂഹികമായിട്ടുള്ള, നമ്മളെപ്പോഴും മതം, വിശ്വാസം, ഭക്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു വിശ്വാസമാണ്, ചിന്തയാണെന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളതും നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ ഇതുപോലത്തെ ഒരു ഉത്സവത്തിൽ, ഇതുപോലത്തെ ഒരു പൊങ്കാലയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ശരിക്കും മറ്റ് ജനങ്ങളോടുള്ള ഒരു നന്മയും നമുക്ക് മാനവികതയിലൂടെയും പരസ്പരം സ്നേഹത്തിലൂടെയും പരസ്പരം പങ്കുവെക്കലിലൂടെയും ഒക്കെ നമുക്ക് ഭക്തി പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഇപ്പോൾ പൊങ്കാല മാറുന്നത്. അപ്പം മാം സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു റെക്കോർഡുകൾ ഭേദിച്ചാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഒരുപാട് സ്ത്രീജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ട കൂടുതൽ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തണം. അപ്പം സർക്കാരും മറ്റ് അധികൃതരും എല്ലാം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നഗരത്തിൽ വലിയ തിരക്കാണ്. ഈ സൗകര്യങ്ങളിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നോക്കുമ്പോൾ? അതെ, തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾ തന്നെ വളരെ മുന്നിട്ട് തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള യോഗങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരെയും ക്രോഡീകരിച്ചുകൊണ്ട് വളരെ ചിട്ടയായ രീതിയിൽ നമുക്ക് ശരിക്കും പൊങ്കാല നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ റോഡിൽ വരുമ്പോഴൊക്കെ ഇരുവശങ്ങളിലും ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വരുമ്പോൾ ശ്രദ്ധിച്ച് കാണും, പണ്ടുണ്ടായിരുന്ന തരത്തിൽ നമുക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു രീതിയല്ല റോഡുകളിൽ പോലും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ക്രമീകരിച്ച് കൂടുതൽ ചിട്ടയായ അത് നടത്തുന്നത് കൊണ്ട് തന്നെ വിഷമതകൾ വളരെ കുറവാണ് ശരിക്കും ഇപ്രാവശ്യം ആളുകൾക്ക്. അപ്പോൾ അതിലെല്ലാവർക്കും ഒരു വലിയ പങ്കുണ്ട്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ നോക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റുകാൽ പൊങ്കാല ശരിക്കും ഒരു വലിയ മാതൃകയാണ് ലോകത്തിന് തന്നെ. കാരണം ഇത്രയധികം ജനങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് ഒരു ദിവസം ഒരു പൊങ്കാല ഇട്ടതിന് ശേഷം, ഈ ഒരു കർമ്മം നിർവഹിച്ചതിന് ശേഷം പോലും നമ്മൾ അത്രയും പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള വിഭവങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും എല്ലാവരും ആ മൺജലവും ചട്ടിയും മൺകലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ
ഇഷ്ടികയൊക്കെ തന്നെ. അപ്പോൾ എല്ലാം നമ്മൾ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള സ്രോതസ്സുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നഗരസഭയുടെയും മറ്റ് എല്ലാ ജനങ്ങളുടെയും ഒരു പങ്കാളിത്തത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റോഡുകളും വഴികളും എല്ലാം മാലിന്യമുക്തമാവുകയും ചെയ്യും. അപ്പോൾ അത് ഒരു വലിയൊരു മാതൃകയാണ് ശരിക്കും. ഇതുപോലെ നമുക്ക് അനുദിനം ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ, ഈ ഒരു നിഷ്ഠ അനുദിനം പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ അത് ഞാൻ ശരിക്കും ആശിച്ചു പോവുകയാണ്. ഇപ്പോൾ ദിവ്യ എസ് അയ്യർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു കലാകാരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല നർത്തകിയാണ്, ഗായികയാണ്. ഭക്തിഗാനമൊക്കെ പാടുന്നത് ചൊല്ലുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി ആറ്റുകാൽ പൊങ്കാലയൊക്കെ അല്ലേ? കാമാക്ഷി മീനാക്ഷി കാശി വിശാലാക്ഷി ജഗദംബ ശാലിനി ലക്ഷ്മി ഗൗരി ഭുവനേശ്വരി രാജരാജേശ്വരി പരമേശ്വരി ജഗദീശ്വരി ശിവശങ്കരി ആദിപരാശക്തി അഖിലാണ്ടേശ്വരി ആദിപരാശക്തി അഖിലാണ്ടേശ്വരി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നമുക്ക് ആ ഭക്തി മുഴുവൻ ആ ശബ്ദത്തിൽ കേൾക്കാൻ സാധിച്ചു. അവസാനമായിട്ട് ഇപ്പം കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നല്ലോ, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒക്കെ MD ആണല്ലോ. അപ്പം നമ്മൾ സാധാരണ പറയുക പൊങ്കാല ഇടുന്നത് ആഗ്രഹ സഫലീകരണത്തിനൊക്കെയാണെന്നാണ് പറയുക. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തവണത്തെ പൊങ്കാല? ഇല്ല, അങ്ങനെ ഒരിക്കലും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് പൊങ്കാല ഇട്ടിട്ടില്ല. ഇതുവരെ നൽകിയിട്ടുള്ളതിനൊക്കെ ഉള്ളൊരു നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതിനാണ് പൊതുവെ പൊങ്കാലയിട്ട് ശീലമുള്ളത്. ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ്. വേസ്റ്റ് മാനേജ്മെന്റും കൂടി നോക്കുന്നുള്ളത് കൊണ്ട് ഇനിയിപ്പം നമ്മൾ ഈ പൊങ്കാല ഇടാൻ വന്ന സ്ത്രീജനങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രകൃതി സൗഹാർദ്ദമായിട്ട് നമ്മുടെ ജീവിതം മാറ്റുവാനുള്ള ഒരു ശുഭ ആരംഭമാകട്ടെ ആറ്റുകാൽ പൊങ്കാല എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും പ്രകൃതി സൗഹാർദ്ദമായിട്ട് ഇതുപോലെയുള്ള വിഭവങ്ങൾ തന്നെ തുടർന്നും ഉപയോഗിക്കുക. തിരിച്ചു പോകുമ്പോൾ, പൊങ്കാല ഇട്ടതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവരവരുടെ ഇടങ്ങൾ തീർച്ചയായിട്ടും മാലിന്യമുക്തമാക്കി വൃത്തിയാക്കി പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു മാം. അപ്പോൾ ദിവ്യ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു ഹരിത പൊങ്കാലയാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കൃത്യമായ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ അധികൃതർ നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ ഒരു ഐക്യപ്പെടൽ കൂടിയായി മാറുകയാണ് ആറ്റുകാൽ പൊങ്കാല. ശ്രീനിത കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയ. ശ്രീനിതയ്ക്ക് ഒപ്പം ചേർന്നത് ഡോക്ടർ ദിവ്യ എസ് അയ്യറാണ്. വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണ് നിലവിൽ. സോളിഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ചുമതലയുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ.